അതിന്റെ ജീവിച്ചിരിക്കുന്ന തെളിവുകളാണ് ഈ ചിത്രങ്ങളായി നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഷാലിക്ക് KSUവിന്റെ മുൻ യൂണിറ്റ് സെക്രട്ടറിയാണ്, ആലുവ സ്വദേശിയാണ്. അയാളാണ് നിരന്തരം ഈ കാമ്പസിലേക്ക് കഞ്ചാവ് എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. ഈ ഇൻസിഡന്റിൽ പിടിയിലായ ആകാശിനെ ചോദ്യം ചെയ്തപ്പോഴും എവിടുന്ന് കിട്ടി എന്ന ചോദ്യത്തിന് ഷാലിക്ക് എത്തിച്ചു തന്നു എന്നതാണ് അയാൾ പോലീസിന് നൽകിയ മൊഴി. അതിനെ തുടർന്നാണ് ഇന്ന് ഷാലിക്കിനെ പിടികൂടിയിരിക്കുന്നത്. ഷാലിക്കിനെ ചോദ്യം ചെയ്തപ്പോൾ ഞെട്ടിക്കുന്ന വിവരമാണ് പോലീസിന് ലഭിച്ചത്. നമ്മൾ രാവിലെ മുതൽ നൽകുന്നതാണ്. നിരന്തരം കാമ്പസിലേക്ക് കഞ്ചാവ് എത്തിച്ച് വിൽപ്പന നടത്തിയിരുന്നത്, ബൾക്കായിട്ട് എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നത് താനാണ് എന്ന് KSUവിന്റെ മുൻ യൂണിറ്റ് പ്രസിഡന്റും ഇപ്പോഴും യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ പ്രവർത്തകനും KSUവിന്റെ സജീവ പ്രവർത്തകനുമായ ഷാലിക്ക്. ഇപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാകുന്നുണ്ട്. ഇത് KSU നേതൃത്വത്തിന്റെ പങ്കുണ്ട്. അവർ തന്നെയാണ് ഈ പോളിടെക്നിക്കിൽ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നത്. അവരുടെ പരിപാടി ഇത് തന്നെയായിരുന്നു നാളുകളായി. സിജു, ഇതിൽ കൃത്യമാണ് കണ്ണി. പുറത്തുനിന്ന് ഈ ആഷിക്കും ഷാലിക്കും പോലെയുള്ള മുൻപ് ഇവിടുത്തെ വിദ്യാർത്ഥികളായിരുന്ന ഇപ്പോഴും KSUവിന്റെ സജീവ പ്രവർത്തകരായ യൂത്ത് കോൺഗ്രസിലൊക്കെ പ്രവർത്തിക്കുന്ന ഷാലിക്ക്, ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഷാലിഖ് എന്ന് പറയുന്ന ആളാണ്. ഒപ്പം ആഷിക്കും ഈ ഇന്ന് പിടിയിലായിരിക്കുന്ന രണ്ടുപേർ, അവരാണ് ഇതര സംസ്ഥാന തൊഴിലാളികളിൽ നിന്ന് ബൾക്കായിട്ട് കഞ്ചാവ് ശേഖരിച്ച് കാമ്പസുകളിൽ എത്തിച്ചു കൊടുത്തിരുന്നത് എന്ന് അവരുടെ തന്നെ മൊഴിയുണ്ട്. അത് പുറത്തുനിന്ന് ആരും ആരോപിക്കുന്നതല്ല. അത് ഷാലിഖിന്റെ തന്നെ ഇന്ന് പോലീസിന് കൊടുത്ത മൊഴിയിലുണ്ട്. അപ്പൊ നമുക്ക് സ്ഥിരീകരിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഷാലിഖ് ആരാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരവാണ്. ഷാലിഖ് KSUവിന്റെ മുൻ യൂണിറ്റ് സെക്രട്ടറിയാണ്. അതെങ്ങനെ തെളിയിക്കും? അത് KSUവിന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ അവരുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ചിത്രങ്ങൾ ആണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഈ മെമ്പർഷിപ്പ് വിതരണം ചെയ്യുന്നതിലും ഷാലിക്കുണ്ട്, ഒപ്പം ചേർന്ന് നിൽക്കുന്നതിനും ഷാലിക്കുണ്ട്, അവിടെ കൂട്ടം കൂടി നിൽക്കുന്ന KSU നേതാക്കൾക്കൊപ്പവും പ്രവർത്തകർക്കൊപ്പം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിലും ഷാലിക്കുണ്ട്, ഒപ്പം KSUവിന്റെ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറിമാരിലുള്ള ഒരാളായ ജിഷ്ണുവിനോടൊപ്പം നിൽക്കുന്നതിലും ഷാലിക്കുണ്ട്. അപ്പൊ ഷാലിഖ് എന്ന് പറയുന്ന ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇത് സംശയാസ്പദമല്ല, ഷാലിഖിനെ ഇന്ന് പിടികൂടിയിട്ടുണ്ട്. അയാളെ ചോദ്യം ചെയ്തു, മൊഴിയെടുത്തിട്ടുണ്ട്. ചോദ്യം ചെയ്യുന്ന അയാൾ കൃത്യമായി കുറ്റം സംഭവിച്ചിട്ടുണ്ട്. ആ മൊഴിയിലും എല്ലാം എന്താണ് തന്റെ പരിപാടി, കഞ്ചാവ് കച്ചവടമാണ്, ഈ കാമ്പസുകളിൽ കഞ്ചാവ് എത്തിക്കലാണ് തന്റെ പണി എന്ന് KSUവിന്റെ മുൻ യൂണിറ്റ് സെക്രട്ടറി ഷാലിഖിന്റെ മൊഴിയുണ്ട്. അപ്പം അയാളുടെ കഞ്ചാവ് കച്ചവടവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഊഹാപോഹമല്ല, അത് സ്ഥിരീകരിക്കപ്പെട്ട വിവരമാണ്. അത് അയാൾ തന്നെ പോലീസിന് കൊടുത്ത മൊഴിയാണ്. അയാൾ KSU ആണെന്നുള്ളതിന് ചിലർക്കെങ്കിലും ഇപ്പൊ സംശയിക്കുന്ന രീതിയിൽ ഇതിന്റെ KSU ബന്ധം തുറന്നു പറയാൻ ചില മാധ്യമങ്ങളും ഒക്കെ വിസമ്മതിക്കുന്ന ഘട്ടത്തിലാണ് ഈ ചിത്രങ്ങൾ പുറത്തു വരുന്നത്. എന്താണ് ഇയാളുടെ KSU ബന്ധം? ഇയാൾ KSUവിന്റെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു. എങ്ങനെ തെളിയിക്കാൻ കഴിയും? ഇയാൾ KSUവിന്റെ യൂണിറ്റ് സെക്രട്ടറി ആയിരിക്കെ ഈ പോളിയിൽ, കളമശ്ശേരി പോളിയിലും മറ്റ് ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒക്കെ നടന്ന KSUവിന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ അടക്കമുള്ള പരിപാടികളിൽ അയാൾ ഈ നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ, അയാൾ മെമ്പർഷിപ്പ് വിതരണം ചെയ്യുന്ന ചിത്രങ്ങൾ ഒക്കെയാണ് അതിലുള്ളത്.